ലൂസി മീനയ്ക്ക് അയച്ച കത്ത്. വൈറ്റ് ബി ഓഗസ്റ്റ് 30. എൻ്റെ എത്രയും പ്രിയപ്പെട്ട മീന, നിനക്കെൻ്റെ അപ്രമേയമായ സ്നേഹവും ആയിരം ചുംബനങ്ങളും. താമസിയാതെ ഭർത്താവിനോടുകൂടി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കുറച്ചു ദിവസം ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ വന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ നന്ന്. അത് എളുപ്പത്തിൽ ജൊനാഥൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. ഈ കാലാവസ്ഥയുടെ വിശേഷം കൊണ്ടാണ് ഞാൻ പരിപൂർണ ആരോഗ്യവതിയായത്. ഞാനിപ്പോൾ ഉറക്കത്തിൽ തീരെ നടക്കാറില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ ഉറക്കത്തിൽ മെത്തയിൽ നിന്ന് അനങ്ങിയിട്ട് പോലുമില്ല. ആർദർ പറയുന്നത് ഞാൻ തടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഓ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ആർദർ ഇവിടെയുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് നടക്കാൻ പോകും, കുതിരസവാരി ചെയ്യും, ടെന്നീസ് കളിക്കും, മത്സ്യം പിടിക്കും. ഓ, ഞാൻ മുമ്പത്തേക്കാളും എത്രയോ അധികം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹവും പറയുന്നു എന്നെ മുമ്പത്തേക്കാളും സ്നേഹിക്കുന്നുണ്ടെന്ന്. അതാ അദ്ദേഹം എന്നെ വിളിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. സ്നേഹമുള്ള ലൂസി. PS. അമ്മയുടെ സ്നേഹാന്വേഷണങ്ങൾ. അമ്മയ്ക്ക് ഈയിടെയായി കുറേ ഭേദമുണ്ട്. PPS. ഞങ്ങൾ സെപ്റ്റംബർ 28-ാം തീയതി വിവാഹിതരാകാൻ പോവുകയാണ്. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഓഗസ്റ്റ് 20. റെൻഫീൽഡിൻ്റെ കേസ് മുമ്പത്തേക്കാളും രസകരമാവുകയാണ്. ഇപ്പോൾ ഇടയ്ക്കിടെ അയാൾ ഉന്മത്തനാകുന്നു. അന്നത്തെ ഹാലിളക്കം ഉണ്ടായതിനു ശേഷം ഒരാഴ്ചക്കാലം അയാൾ തികച്ചും ആപൽക്കാരിയായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം രാത്രി ചന്ദ്രൻ ഉദിച്ചുയർന്നപ്പോൾ അയാൾ ശാന്തനായി ഇരുന്ന് മന്ത്രിക്കാൻ തുടങ്ങി. ഇനി ഞാൻ കാത്തിരുന്നോളാം. ഇപ്പോൾ എനിക്ക് കാത്തിരിക്കാൻ കഴിയും. പരിചാരകൻ ഓടി വന്ന് വിവരം പറഞ്ഞു. ഞാൻ താഴോട്ട് ഇറങ്ങിച്ചെന്നു. അയാൾ മുറിക്കുള്ളിൽ ചങ്ങലയിൽ തന്നെയാണ്. പക്ഷേ കണ്ണുകളിൽ ആ അക്രമാസക്തിയില്ല. അവയിൽ സൗമ്യഭാവമാണുള്ളത്. എനിക്ക് സംതൃപ്തി തോന്നി. ഞാൻ അയാളെ ചങ്ങലയിൽ നിന്ന് അഴിക്കാൻ ആവശ്യപ്പെട്ടു. പരിചാരകന്മാർ ആദ്യം സംശയിച്ചു നിന്നു. പക്ഷേ ഒടുവിൽ ചങ്ങല അഴിച്ചുവിട്ടു. അവരുടെ സംശയം കണ്ടപ്പോൾ റെൻഫീൽഡ് അവരെ തുറിച്ചു നോക്കിക്കൊണ്ട് എൻ്റെ അരികിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങയെ ഉപദ്രവിക്കുമെന്നാണ് ഇവരുടെ വിചാരം. ഞാൻ അങ്ങയെ ഉപദ്രവിക്കുക? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. വിഡ്ഢികൾ. ഈ സാധു ഭ്രാന്തനെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടതിൽ എനിക്ക് തന്നെ വിഷമം തോന്നി. പക്ഷേ അയാളുടെ ചിന്തകൾ എനിക്ക് ദുരൂഹങ്ങളായിരുന്നു. ഞങ്ങളെ ഒരുമിച്ച് നിർത്തത്തക്ക വിധത്തിൽ അയാളിലും എന്നിലും പൊതുവായ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എന്നോട് നല്ലപോലെ നിന്ന് എന്നിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള വിചാരമാണോ? ഏതായാലും ഞാനത് പിന്നീട് മനസ്സിലാക്കും. ഇന്ന് രാത്രി അയാൾ സംസാരിക്കുകയില്ലെന്ന് തോന്നുന്നു. പൂച്ചക്കുട്ടിയെ വളർച്ചയെത്തിയ വലിയ പൂച്ചയെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാലും അയാൾ ഇളകുകയില്ല. ഒന്നു മാത്രമേ അയാൾ പറയൂ. എനിക്ക് പൂച്ചകളിൽ ഒരു താല്പര്യവുമില്ല. അതിലും വലിയ കാര്യമാണ് എൻ്റെ ചിന്തയിൽ. ഞാൻ കാത്തിരുന്നോളാം. കാത്തിരിക്കാൻ എനിക്ക് കഴിയും. അല്പനേരത്തിന് ശേഷം ഞാൻ അയാളെ വിട്ടുപോന്നു. പ്രഭാതം വരെ അയാൾ ശാന്തനായി കിടന്നുവെന്നാണ് പരിചാരകർ പറഞ്ഞത്. അതിനുശേഷം ഹാലിളകാൻ തുടങ്ങി. ഒടുവിൽ അക്രമാസക്തനുമായി. ഒടുവിൽ ക്ഷീണിച്ച് തളർന്നു വീണു. സുബോധമറ്റുറങ്ങി. തുടർന്ന് 3 ദിവസം രാത്രി ഇതേപോലെയുണ്ടായി. പകൽ മുഴുവൻ ഉന്മാദിയായിരിക്കും. സൂര്യാസ്തമനം മുതൽ ഉദയം വരെ ശാന്തനും. ഇതിൻ്റെ കാരണത്തെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു ഉൾപ്രേരണയുണ്ടെന്നാണ് തോന്നിയത്. ഇന്ന് രാത്രി ഞങ്ങൾ ഭ്രാന്തന്മാരുടെ നേരെ ബോധപൂർവമുള്ള ഭ്രാന്ത് കളിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ സഹായമില്ലാതെ അയാൾ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി ഞങ്ങളുടെ സഹായത്തോടെയായിരിക്കും. ഞങ്ങൾ അയാൾക്കൊരു സന്ദർഭം നൽകുകയാണ്. വരുമ്പോൾ ഉപയോഗിക്കാൻ തക്കവണ്ണം ആൾക്കാരെ ഒരുക്കി നിർത്തണം. ഓഗസ്റ്റ് 23. അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. കൂട് തുറന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ പക്ഷി പറന്നുപോയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ വിഫലമായതേയുള്ളൂ. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ ശാന്തതയുടെ സമയം കുറെ കൂടി ദീർഘങ്ങളാണ്. ഇനി ഇത് നിത്യേന ചില മണിക്കൂറുകളോളം നീളാൻ കഴിഞ്ഞേക്കും. ഇന്ന് ശാന്തനായിരിക്കുന്ന സന്ദർഭത്തിൽ അയാളെ ഉദിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ മുറിയിൽ അടച്ചിടാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാളുടെ മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിലും ദേഹമെങ്കിലും കുറെ സ്വാസ്ഥ്യം അനുഭവിക്കും. ഹോ, വീണ്ടും അപ്രതീക്ഷിത സംഭവങ്ങൾ. എന്നെ വിളിക്കുന്നു. രോഗി വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. വൈകിട്ട് വീണ്ടും ഒരു നിശാപരാക്രമം കൂടി. പരിചാരകൻ പരിശോധനയ്ക്കായി അകത്ത് കടക്കുന്നത് വരെ റൺഫീൽഡ് ശാന്തതയോടെ കാത്തുനിന്നു. പിന്നെ അയാൾ പെട്ടെന്ന് അവനെ തള്ളി നീക്കി പുറത്തേക്ക് കുതിച്ചു. ഞാൻ അയാളുടെ പുറകെ ആളെ വിട്ടു. വീണ്ടും അയാൾ പോയത് ആളൊഴിഞ്ഞ ആ കെട്ടിടത്തിൻ്റെ വളപ്പിലേക്ക് തന്നെയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അയാൾ മുമ്പത്തെ പോലെ അതേ പള്ളിവാതിലിൽ പൊത്തിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ അയാൾ കോപാക്രാന്തനായി. പരിചാരകന്മാർ കണ്ടില്ലായിരുന്നുവെങ്കിൽ അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഞങ്ങൾ അയാളെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ വിചിത്രമായൊരു സംഭവമുണ്ടായി. പെട്ടെന്ന് അയാൾ തൻ്റെ പരിശ്രമങ്ങളുടെ ശക്തി ദ്വിഗുണീഭവിപ്പിച്ചു. ഉടനെ തന്നെ ശാന്തനാവുകയും ചെയ്തു. ഞാൻ വളരെ ശ്രദ്ധയോടെ ചുറ്റും നോക്കി. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അയാൾ നോക്കുന്നതിന് നേരെ നോക്കി.
ചന്ദ്രികാചർച്ചിതമായ അന്തരീക്ഷം. ഒരു വലിയ കടവാതിൽ മാത്രം പടിഞ്ഞാറ് പറന്നു പോകുന്നുണ്ടായിരുന്നു. കടവാതിലുകൾ സാധാരണയായി വട്ടമിട്ട് പറക്കുകയേ പതിവുള്ളൂ. പക്ഷേ ഇത് തൻ്റെ ലക്ഷ്യം അറിയാവുന്നതുപോലെ നേരെ പടിഞ്ഞാട്ട് കുതിക്കുകയാണ്. ഏതോ നിയതമായ ഒരു ഉദ്ദേശമുള്ളതുപോലെ തോന്നും. രോഗി നിമിഷം തോറും ശാന്തനായി വരുന്നതുപോലെ തോന്നി. ഒടുവിൽ അയാൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൈകാലുകൾ കെട്ടണ്ട, ഞാൻ കുഴപ്പമുണ്ടാക്കാതെ നടന്നോളാം. യാതൊരു വിഷമവും കൂടാതെ അയാൾ ഞങ്ങളെ അനുഗമിച്ചു. അയാളുടെ ശാന്തതയിൽ എന്തോ ദുസ്സൂചനയുണ്ടെന്ന് എനിക്ക് തോന്നി. ഏതായാലും ഈ രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിസ്മരിക്കുകയില്ല. ലൂസിയുടെ ഡയറി, ഹില്ലിംഗ്ഹാം, ഓഗസ്റ്റ് 24. മീനയെ അനുകരിച്ച് ഞാനും ഡയറി കുറിപ്പുകൾ എഴുതാൻ തുടങ്ങട്ടെ. എന്നാൽ ഞങ്ങൾക്ക് ഇനി കണ്ടുമുട്ടുമ്പോൾ വളരെ നേരം സംസാരിച്ചിരിക്കാം. അതെന്നാണ് സംഭവിക്കുക? എനിക്ക് വല്ലാത്ത അസുഖം തോന്നുന്നു. അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുകയാണ്. ഇന്നലെ രാത്രി വൈറ്റ് ബീയിലെ പോലെ തന്നെ ഞാൻ ദുസ്വപ്നം കണ്ടു. ഒരുപക്ഷെ അത് ഈ സ്ഥലം മാറ്റം കൊണ്ടായിരിക്കാം. എല്ലാം അവ്യക്തവും ഭീകരവുമാണ്. എനിക്ക് യാതൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഉള്ളിൽ വല്ലാത്ത ഭീതിയും. ആർതർ ഉണ്ണാൻ വന്നപ്പോൾ വളരെ ഖേദത്തോടെ എൻ്റെ നേരെ നോക്കി. എനിക്ക് ഉല്ലാസവതിയായി ഇരിക്കാനുള്ള കഴിവില്ലായിരുന്നു. ഇന്ന് അമ്മയുടെ മുറിയിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞൊന്ന് ശ്രമിച്ചു നോക്കണം. ഓഗസ്റ്റ് 25. വീണ്ടും ഒരു ദുരിതപൂർണമായ രാത്രി. അമ്മ എൻ്റെ അഭിപ്രായം ശ്രദ്ധിച്ചതേയില്ല. അവർക്ക് തീരെ സുഖമില്ല. അപ്പോൾ എനിക്ക് വിഷമമാവുമെന്നാണ് അമ്മയുടെ ഭയം. ഞാൻ ഉറങ്ങാതിരിക്കാൻ നോക്കി. കുറേ നേരത്തേക്ക് ഉണർന്നിരിക്കാൻ കഴിയുകയും ചെയ്തു. പക്ഷേ 12 അടിച്ചപ്പോൾ എനിക്കെന്തോ ഒരു മയക്കം തോന്നി. ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ജാലകവാതിലിൽ എന്തോ മാന്തുകയോ ചിറകിട്ടടിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ തീരെ ഗൗനിച്ചില്ല. പിന്നീട് എനിക്ക് യാതൊന്നും ഓർമ്മയില്ല. ഞാൻ ഉറങ്ങിപ്പോയി. വീണ്ടും ദുസ്വപ്നങ്ങൾ. എനിക്കതെല്ലാം ഓർക്കാൻ കഴിഞ്ഞെങ്കിൽ. ഇന്ന് കാലത്ത് ഞാൻ ആകെ ക്ഷീണിച്ച് കുഴഞ്ഞിരിക്കുന്നു. എൻ്റെ മുഖം ശവത്തിൻ്റേതുപോലെ വിളറി വെളുത്തിരിക്കുന്നു. തൊണ്ട നോവുന്നുണ്ട്. എൻ്റെ തൊണ്ടയിൽ എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് സുഖമായി ശ്വസിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഇന്ന് ആർദർ വരുമ്പോൾ ഞാൻ എല്ലാം പറയും. അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ അദ്ദേഹം കൂടുതൽ വിഷമിക്കുകയേയുള്ളൂ. ആർദർ ഡോക്ടർ സെവാർഡിന് അയച്ച കത്ത്. മാർലെ ഹോട്ടൽ, ഓഗസ്റ്റ് 31. പ്രിയപ്പെട്ട ജാക്ക്, താങ്കൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ലൂസിക്ക് സുഖമില്ല. കാണത്തക്ക സുഖക്കേടൊന്നുമില്ലെങ്കിലും അവൾ വല്ലാതായിരിക്കുന്നു. നിത്യേന ശോഷിച്ചു വിളർത്ത് വരികയും ചെയ്യുന്നു. എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അമ്മയോട് ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല. അവരുടെ ആരോഗ്യസ്ഥിതി വളരെ അപകടകരമാണ്. തൻ്റെ മകളുടെ സ്ഥിതിയെപ്പറ്റി കേട്ടാൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൾക്ക് മനസ്സിലാണ് അസുഖമെന്ന് അമ്മ പറയുകയുണ്ടായി. എൻ്റെ ഓമനയുടെ മനസ്സിനെ എന്തോ നോവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവളെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പറഞ്ഞു പോകുന്നു. അവളെ കാണുമ്പോൾ എനിക്ക് വേദന ഒതുക്കാൻ കഴിയുന്നില്ല. താങ്കൾ അവളെ പരിശോധിക്കണം. ഈ വിവരം ഞാൻ അവളെ അറിയിച്ചു. ആദ്യം അവൾ വിസമ്മതിക്കുകയാണുണ്ടായത്. ഒടുവിൽ അവൾ സമ്മതിച്ചിരിക്കുന്നു. താങ്കളോട് ഇത് ആവശ്യപ്പെടുന്നത് വേദനാജനകമാണെന്ന് എനിക്കറിയാം. പക്ഷെ സുഹൃത്തെ, ഇത് അവളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിനാൽ ഞാൻ ആവശ്യപ്പെടാൻ മടിക്കുന്നില്ല. താങ്കൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഹില്ലിംഗ്ഹാമിലേക്ക് ഭക്ഷണത്തിന് വരണം. എന്നാൽ അവളുടെ അമ്മയെ പരിഭ്രമിപ്പിക്കാതെ കഴിയാം. അതിനുശേഷം താങ്കളെ തനിച്ച് കാണാൻ ലൂസി സന്ദർഭം ഉണ്ടാക്കിക്കൊള്ളും. ഞാൻ ചായ കുടിക്കാൻ മാത്രമേ എത്തുകയുള്ളൂ. പിന്നീട് നമുക്ക് ഒരുമിച്ച് നടക്കാൻ പോകാം. എനിക്കാകെ പരിഭ്രമമായിരിക്കുന്നു. താങ്കൾ അവളെ പരിശോധിച്ച ഉടനെ താങ്കളുമായി എനിക്ക് തനിയെ അതിനെപ്പറ്റി സംസാരിക്കണം. അമാന്തിക്കരുതേ. ആർദർ ഡോക്ടർ സെവാർഡിന് അടിച്ച കമ്പി. സെപ്റ്റംബർ 1. അച്ഛന് സുഖക്കേട് അധികമാണ്. എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. കത്തെഴുതുന്നുണ്ട്. ഇന്നത്തെ രാത്രി തപാലിന് തന്നെ എനിക്ക് റിങ്ങിലേക്ക് വിശദമായി എഴുതുക. ആവശ്യമാണെങ്കിൽ കമ്പി അടിക്കുമല്ലോ. ഡോക്ടർ സെവാർഡ് ആർദർക്ക് അയച്ച കത്ത്. സെപ്റ്റംബർ 2. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, മിസ് ലൂസിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി എഴുതട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കറിയാവുന്ന യാതൊരു തകരാറുകളും അവൾക്കില്ല. അതേസമയം തന്നെ അവളുടെ ദേഹസ്ഥിതി കണ്ടിട്ട് എനിക്ക് തീരെ തൃപ്തിയായതുമില്ല. ഞാൻ കഴിഞ്ഞ തവണ കണ്ടതിൽ നിന്ന് അവൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം താങ്കൾ മറക്കരുത്. എനിക്ക് അവളെ പരിപൂർണമായി പരിശോധിക്കാനുള്ള സൗകര്യം കിട്ടുകയുണ്ടായില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ എഴുതാം. ബാക്കി താങ്കൾ സ്വയം തീരുമാനിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്തുവെന്നും ഇനി എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നും എഴുതട്ടെ. ഞാൻ കണ്ടപ്പോൾ ലൂസി ഉല്ലാസവതിയായിരുന്നു. അവളുടെ അമ്മ കൂടെയുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. തൻ്റെ അമ്മയെ പരിഭ്രമിപ്പിക്കാതിരിക്കാനായി അവൾ തൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുന്നുണ്ട്. അവൾ എല്ലാം ഊഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ അത്രയും മുൻകരുതൽ അസ്ഥാനത്താണല്ലോ. ഞങ്ങൾ തനിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. എല്ലാവരും നന്നെ ക്ഷീണിച്ചിരുന്നു. അമ്മ പോയി കിടന്നു. പിന്നെ ലൂസി തനിച്ചായി എൻ്റെ കൂടെ.
ഞങ്ങൾ ലൂസിയുടെ മുറിയിലേക്ക് പോയി. അവിടെ എത്തുന്നതുവരെ ലൂസി ഉല്ലാസവതിയായി തന്നെ നടിച്ചിരുന്നു. കാരണം പരിചാരകന്മാർ വന്നും പോയുമിരുന്നു. മുറിയിൽ കടന്ന് വാതിലടച്ച ഉടനെ അവളുടെ മുഖത്ത് നിന്ന് ആ ആവരണം ഊർന്നു വീണു. അവൾ ഉടനെ തളർന്ന് കുഴഞ്ഞ് ഒരു ദീർഘനിശ്വാസത്തോടെ കസേരയിലേക്ക് വീണു. കൈകൾ കൊണ്ട് മുഖം പൊത്തി കിടന്നു. അവളുടെ ഉല്ലാസഭാവം അസ്തമിച്ചപ്പോൾ ഞാൻ രോഗകാരണം തിരിച്ചറിയാൻ ഒരു ശ്രമം നടത്തി. അവൾ മധുരമായി പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ എന്നെപ്പറ്റി തന്നെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടറിലുള്ള വിശ്വാസം പാവനമാണെന്ന് ഞാൻ അവളെ ഓർമ്മിപ്പിച്ചു. താങ്കൾ അത്യധികം ഉത്കണ്ഠാകുലനായിരിക്കുകയാണെന്നും ഞാൻ അവളോട് പറഞ്ഞു. അവൾക്ക് ഉടനെ ഒരു കാര്യം മനസ്സിലായി. ഒരൊറ്റ വീർപ്പിൽ അവളെല്ലാം പറഞ്ഞു തീർത്തു. ആർദ്രോട് അങ്ങ് ഇഷ്ടമുള്ളതെല്ലാം തുറന്നു പറഞ്ഞുകൊള്ളൂ. എൻ്റെ കാര്യം സാരമില്ല. അദ്ദേഹത്തെ പറ്റിയാണ് എനിക്ക് ഉത്കണ്ഠ മുഴുവനും. അങ്ങനെ ഞാൻ തികച്ചും സ്വതന്ത്രനാക്കപ്പെട്ടു. അവളിൽ എന്തോ രക്തമയമില്ലാതെ ആയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ രക്തക്ഷയത്തിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. അവളുടെ രക്തം പരിശോധിക്കാനുള്ള ഒരവസരം എനിക്ക് യാദൃച്ഛികമായി കിട്ടി. ജനൽപ്പാളി തുറന്നപ്പോൾ പൊട്ടിപ്പോയ ചില്ല് തട്ടി അവളുടെ വിരലൽപ്പം മുറിപ്പെട്ടു. 3-4 തുള്ളി രക്തമെടുത്ത് ഞാൻ പരിശോധിച്ചു. അത് ഗുണത്തിൽ സാധാരണ നിലയിൽ തന്നെയായിരുന്നു. ഞാൻ പറയാമല്ലോ, അതുമാത്രം നോക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യവുമുണ്ട്. ശാരീരികമായ മറ്റവസ്ഥകളിലും പരിഭ്രമിക്കത്തക്കതായി യാതൊന്നുമില്ലെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇക്കാര്യത്തിൽ എൻ്റെ നിഗമനം രോഗം മാനസികമാണെന്നാണ്. ചിലപ്പോൾ ലാഘവത്തോടെ ശ്വാസം കഴിക്കാൻ വിഷമിക്കാറുണ്ടെന്ന് അവൾ പറയുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ അതിശക്തിയായ ഉറക്കവും. അത്തരം സന്ദർഭങ്ങളിൽ ഭീതിതമായ സ്വപ്നങ്ങളും കാണാറുണ്ടത്രേ. എങ്കിലും അവയെപ്പറ്റിയൊന്നും തീരെ ഓർക്കാൻ കഴിയുന്നുമില്ല. ചെറുപ്പത്തിൽ ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നുവെന്ന് അവൾ പറഞ്ഞു. വൈറ്റ് ബീയിൽ വെച്ച് അത് തുടർന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ ഉറക്കത്തിൽ എണീറ്റ് തുറമുഖത്ത് ഈസ്റ്റ് ക്ലിഫ് വരെ പോവുകയുണ്ടായെന്നും മിസ് മീനയാണ് അവളെ അവിടെ നിന്ന് തിരികെ കൊണ്ടുവന്നതെന്നും അവൾ തുറന്നു പറഞ്ഞു. പക്ഷേ ഈയിടെയായി അത് നിശേഷം മാറിയിരിക്കുന്നു. എനിക്കാകെ സംശയമായി. അതുകൊണ്ട് ഞാൻ ഏറ്റവും യുക്തമെന്ന് തോന്നിയ ഒരു കാര്യം ചെയ്തു. എൻ്റെ അധ്യാപകനും സുഹൃത്തുമായ പ്രൊഫസർ വാൻ ഹെൽസിങ്ങിന് വിവരങ്ങൾ കാണിച്ചെഴുതി. അദ്ദേഹം ആംസ്റ്റർഡാമിലാണ്. വിചിത്രമായ ദീനങ്ങൾ കണ്ടുപിടിച്ച് സുഖപ്പെടുത്തുന്നതിന് ഈ ലോകത്തിൽ അദ്ദേഹത്തെ പോലെ വൈദഗ്ധ്യം നേടിയവർ വേറെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ താങ്കളുടെ വരുതിയിലാണെന്നതുകൊണ്ട് താങ്കളെപ്പറ്റിയും ലൂസിയുമായി താങ്കൾക്കുള്ള ബന്ധത്തെപ്പറ്റിയും എല്ലാം ഞാൻ അദ്ദേഹത്തിന് വിശദീകരിച്ചെഴുതിയിട്ടുണ്ട്. സുഹൃത്തെ, എല്ലാം താങ്കളുടെ ആഗ്രഹപ്രകാരമേ ഞാൻ ചെയ്യുകയുള്ളൂ. പോരാത്തതിന് ലൂസിക്ക് വേണ്ടി എന്തു തന്നെയും ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. വ്യക്തിപരമായ അടുപ്പത്താൽ പ്രൊഫസർ വാൻ ഹെൽസിങ് എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നുറപ്പുണ്ട്. അതിനാൽ അദ്ദേഹം വരാതിരിക്കില്ല. അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. അദ്ദേഹം അല്പം പിടിവാശിക്കാരനാണ്. അത് താൻ പറയുന്നത് തികച്ചും ശരിയാണെന്ന് മറ്റാരേക്കാളും വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് താനും. അദ്ദേഹം വേദാന്തിയാണ്, മനഃശാസ്ത്ര വിദഗ്ധനുമാണ്. ആധുനിക സയൻസിൽ ഈ തലമുറയിലെ ഏറ്റവും വലിയ പാരംഗതനും വിശാല ഹൃദയനുമാണെന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. ഉറച്ച നിർഭീകരത, അതിരുകവിഞ്ഞ സഹനശക്തി, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സാമർഥ്യം, ആത്മനിയന്ത്രണം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധങ്ങളായ ഗുണങ്ങളാണ്. ഇവയൊക്കെയാണ് മനുഷ്യ സേവനമെന്ന അദ്ദേഹത്തിൻ്റെ അത്യുദാരമായ ജോലിക്കുള്ള മൂലധനം. ഞാനീ വക കാര്യങ്ങൾ താങ്കൾക്ക് എഴുതുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അദ്ദേഹത്തിൽ അത്രയും വിശ്വാസമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഉടനെ തന്നെ വരണമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ നാളെ വീണ്ടും ലൂസിയെ കാണുകയും ചെയ്യും. അവൾ സ്റ്റേഴ്സിലേക്ക് വരാമെന്നും അവിടെ വെച്ച് തമ്മിൽ കാണാമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ വീണ്ടും വീട്ടിൽ ചെല്ലുന്നത് അവളുടെ അമ്മയെ പരിഭ്രമിപ്പിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. നിർത്തട്ടെ. താങ്കളുടെ ജോൺ സെവാർഡ്. 9. ഡോക്ടർ സെവാർഡിന് പ്രൊഫസർ വാൻ ഹെൽസിങ് അയച്ച കത്ത്. സെപ്റ്റംബർ 2. സുഹൃത്തെ, താങ്കളുടെ കത്ത് കിട്ടി. ഞാൻ പുറപ്പെടുകയാണ്. ഇവിടെ പറയത്തക്ക തകരാറുകളൊന്നും സംഭവിക്കാതെ അങ്ങോട്ട് വരാൻ പറ്റിയ ഒരു സന്ദർഭം തന്നെയാണിത്. ഭാഗ്യം മറിച്ചാണെങ്കിൽ ഇവിടെ എന്നെ വിശ്വസിച്ച് കിടക്കുന്നവരുടെ കാലക്കേടെന്നേ പറയാൻ കഴിയൂ. കാരണം ഞാൻ വരുന്നത് എൻ്റെ സുഹൃത്തിനു വേണ്ടി, അദ്ദേഹം ഏറ്റവും പ്രിയതരമായി കരുതുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ. അന്ന് എൻ്റെ ദേഹത്തിലെ മുറിവായിൽ നിന്ന് എത്ര വേഗത്തിലാണ് താങ്കൾ ആ വിഷം ചുണ്ടുവെച്ച് വലിച്ചെടുത്തതെന്ന് താങ്കളുടെ സുഹൃത്തിന് വിവരിച്ചു കൊടുക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ സഹായമാണല്ലോ ആവശ്യം. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് വേണ്ടി എത്ര വലിയ സേവനമാണ് താങ്കൾ ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യമാകും. താങ്കളുടെ സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് കൂടുതൽ സന്തോഷമേ ഉള്ളൂ. കാരണം അത് താങ്കൾക്ക് വേണ്ടി കൂടിയാണല്ലോ. ദയവ് ചെയ്ത് ആ ബാലികയെ നമുക്ക് നാളെ നേരത്തെ കാണാൻ സാധിക്കത്തക്ക വിധത്തിൽ സൗകര്യപ്പെടുത്തുക. ഒരുപക്ഷെ ആവശ്യമായി വരികയാണെങ്കിൽ 3 ദിവസത്തിനു ശേഷം ഞാൻ വീണ്ടും വരികയും വേണമെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുകയും ചെയ്യാം. നിർത്തട്ടെ. വാൻ ഹെൽസിങ്.
ഡോക്ടർ സെവാർഡ് ആർതർക്ക് എഴുതിയ കത്ത്. സെപ്റ്റംബർ 3. പ്രിയമുള്ള ആർതർ, വാൻ ഹെൽസിംഗ് വന്നിരുന്നു, പോവുകയും ചെയ്തു. ഞാനും അദ്ദേഹവും കൂടിയാണ് ഹില്ലിംഗ്ഹാമിലേക്ക് പോയത്. ലൂസിയുടെ നിർദ്ദേശപ്രകാരം അവളുടെ അമ്മ ഭക്ഷണം കഴിക്കുന്നതിന് പുറത്തെവിടെയോ പോയിരുന്നു. അതിനാൽ ലൂസിയും ഞങ്ങളും തനിച്ചായിരുന്നു. വാൻ ഹെൽസിംഗ് രോഗിയെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. ഞാൻ ആ സമയം അത്രയും ഒരുമിച്ചുണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം വിവരങ്ങൾ എന്നെ അറിയിക്കുകയാണ് ഉണ്ടായത്. ആ വിവരങ്ങൾ ഞാൻ താങ്കളെ അറിയിക്കാം. അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ തൽപരനായി കാണപ്പെട്ടു. പക്ഷേ അധികമൊന്നും പറയുകയുണ്ടായില്ല. കുറച്ച് ചിന്തിച്ചേ പറയാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നാം തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തെപ്പറ്റിയും താങ്കൾ എത്രത്തോളം എന്നെ വിശ്വസിക്കുന്നു എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തോട് വിവരിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് താങ്കൾക്ക് തോന്നുന്നതൊക്കെ പറഞ്ഞോളൂ. ഞാൻ എന്താണ് കരുതുന്നതെന്ന് താങ്കൾക്ക് ഊഹിക്കാൻ കഴിയുമെങ്കിൽ അതും പറഞ്ഞോളൂ. അല്ല, ഞാൻ തമാശ പറയുകയല്ല. ഇത് തമാശ പറയേണ്ട കാര്യമല്ല. ജീവൻ മരണ പ്രശ്നമാണ്. ഒരുപക്ഷെ അതിലും കൂടുതലും. അദ്ദേഹം വളരെ ഗൗരവത്തിലാണ് പറഞ്ഞത്. എന്താണതിനർത്ഥമെന്ന് ഞാൻ ചോദിച്ചു. ഇത് ഞങ്ങൾ പട്ടണത്തിലേക്ക് തിരികെ വന്ന ശേഷമാണ്. ആംസ്റ്റർഡാമിലേക്ക് തിരികെ പോകുന്നതിന് മുമ്പ് ഒരു കപ്പ് ചായ കുടിക്കുകയായിരുന്നു അദ്ദേഹം. വേറൊരു സൂചനയും അദ്ദേഹം തരികയുണ്ടായില്ല. ആർതർ, താങ്കൾ എന്നോട് കോപിക്കരുത്. കാരണം അദ്ദേഹത്തിൻ്റെ വിസമ്മതത്തിനർത്ഥം ആ മസ്തിഷ്കം നല്ലതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അദ്ദേഹം സമയമായാൽ എല്ലാം തുറന്നു പറയും, തീർച്ചയാണ്. അതിനാൽ ഈ സന്ദർശനത്തെപ്പറ്റി ഒരു വെറും ദൃക്സാക്ഷി വിവരണം മാത്രമേ താങ്കൾക്ക് എഴുതുകയുള്ളൂവെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നി. ഏതായാലും നാളെ അദ്ദേഹത്തിൻ്റെ കത്ത് കിട്ടാതിരിക്കുകയില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സന്ദർശനത്തെപ്പറ്റി. ഞാൻ ആദ്യം കണ്ട ദിവസത്തെക്കാളും ഉല്ലാസവതിയായിരുന്നു ലൂസി. അവളിലെ പ്രേതസമാനമായ ഭാവം തീരെ മാഞ്ഞിരുന്നു. ശ്വാസം കഴിക്കാനും വിഷമമുണ്ടായിരുന്നില്ല. പ്രൊഫസറോട് അവൾ വളരെ മധുരമായാണ് പെരുമാറിയത്. അവളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അസുഖമൊന്നുമില്ലെന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കാൻ അവൾ ശ്രമിക്കുകയാണെന്ന് തോന്നി. പക്ഷേ പാവം പെൺകുട്ടി അതിന് വളരെയധികം ക്ലേശിക്കുന്നുണ്ടെന്ന് തോന്നി. വാൻ ഹെൽസിംഗും അത് ശ്രദ്ധിച്ചുവെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ തടിച്ച പുരികത്തിനിടയിലുള്ള ആ കണ്ണുകളുടെ ഭാവം എനിക്ക് ചിരപരിചിതമാണ്. പിന്നീട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞങ്ങളെപ്പറ്റിയോ സുഖക്കേടിനെ പറ്റിയോ ഒരക്ഷരം പറഞ്ഞില്ല. ലൂസിയുടെ ഉന്മേഷഭാവം യാഥാർത്ഥ്യമായി തീരുന്നത് പോലെ തോന്നി. പിന്നെ വ്യക്തമായ യാതൊരു ഭാവഭേദവും കൂടാതെ അദ്ദേഹം ഞങ്ങളുടെ സന്ദർശനത്തെ ചുറ്റിപ്പറ്റി സംഭാഷണം തുടർന്നു. പ്രിയപ്പെട്ട പെൺകുട്ടി, നീ ഇത്രയധികം സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ്. കുഞ്ഞെ, അത് വലിയ കാര്യമാണ്. ഇപ്പോൾ എങ്ങും കാണാനില്ലാത്തതും അത് മാത്രമാണ്. നീ ഒരു ഉന്മേഷവുമില്ലാതെ വല്ലാതെ വിളർത്തു പോയിരിക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. അത് സാരമായി എടുക്കരുത്. എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം തുടർന്നു. ഇവർക്ക് എത്രമാത്രം തെറ്റുപറ്റിപ്പോയെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ഇദ്ദേഹത്തിന്? അദ്ദേഹം വീണ്ടും എൻ്റെ നേരെ വിരൽ ചൂണ്ടി. ഇദ്ദേഹത്തിന് ചെറുപ്പക്കാരികളായ പെൺകിടാങ്ങളെപ്പറ്റി എന്താണ് അറിയുക? ഇദ്ദേഹത്തിന് കളിക്കാനുള്ളത് ഒരു കൂട്ടം ഭ്രാന്തന്മാരോടാണ്. അവരെ സുബോധാവസ്ഥയിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരലാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. അവരാണ് ഇദ്ദേഹത്തിനെ സ്നേഹിക്കാനുള്ളത്. അതും വലിയ കാര്യമാണ്. പക്ഷേ ചെറുപ്പക്കാരി പെൺകിടാങ്ങൾ, ഇദ്ദേഹത്തിന് ഭാര്യയോ പെൺമക്കളോ ഇല്ല. പിന്നെ ചെറുപ്പക്കാർ തമ്മിൽ ഒരു കാര്യം പറയുകയില്ല. അവർ ഞങ്ങളെപ്പോലുള്ള വൃദ്ധന്മാരോടാണ് പറയുക. ഞങ്ങൾ വളരെയധികം വേദനകളും അവയുടെ കാരണങ്ങളും കണ്ടവരാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ പറഞ്ഞേക്കാം. തോട്ടത്തിൽ പോയി നിന്ന് ഒരു സിഗരറ്റ് വലിക്കട്ടെ. നമുക്ക് ചിലത് സംസാരിക്കാനുണ്ട്. സൂചന മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പോഴേക്കും പ്രൊഫസർ ജനലിനരികിൽ വന്ന് എന്നെ അകത്തേക്ക് വിളിച്ചു. വളരെ ഗൗരവത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചു. ഒരു കാരണവും കാണുന്നില്ല. വളരെയധികം രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന താങ്കളുടെ നിഗമനത്തോടും ഞാൻ യോജിക്കുന്നു. നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവളുടെ സ്ഥിതിഗതികൾ ഒരിക്കലും രക്തസ്രാവത്തിൻ്റേതല്ല. ഞാൻ അവളുടെ പരിചാരികയെ എൻ്റെ അരികിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു. എനിക്ക് അവളോട് ചിലത് ചോദിക്കാനുണ്ട്. ഒന്നും വിട്ടുപോകരുതല്ലോ. അവൾ എന്താണ് പറയുകയെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എന്നാലും കാരണമുണ്ട്. എല്ലാറ്റിനും ഓരോ കാരണമുണ്ടാവും. വീട്ടിലേക്ക് തിരികെ പോയി ചിന്തിച്ചാലേ ശരിയാവൂ. താങ്കൾ ഓരോ ദിവസവും എനിക്ക് ഓരോ കമ്പിയടിക്കണം. എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ വരണമെന്നാണെങ്കിൽ വീണ്ടും വരികയും ചെയ്യാം. ഈ സുഖക്കേടിൽ എല്ലാം സുഖകരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അത് സുഖക്കേടാണല്ലോ. എനിക്കെന്തോ താല്പര്യം തോന്നുന്നു. ഈ കൊച്ചു പെൺകിടാവിനോടും എനിക്കെന്തോ അടുപ്പം തോന്നുന്നു. താങ്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ സുഖക്കേടിന് വേണ്ടിയോ, അതുമല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയെങ്കിലുമോ ഞാൻ വീണ്ടും വരാം. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, തനിച്ചാണെങ്കിൽ പോലും അദ്ദേഹം കൂടുതൽ ഒരു വാക്കും പറയുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ട ആർതർ,
ഇപ്പോൾ എനിക്ക് അറിയാവുന്ന അത്രയും താങ്കൾക്കും അറിയാം. ലൂസിയുടെ കാര്യം ഞാൻ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കാം. താങ്കളുടെ അച്ഛന് അധികമില്ലെന്ന് വിശ്വസിക്കട്ടെ. എനിക്ക് പ്രിയപ്പെട്ട രണ്ടുപേരുടെ ഇടയിൽപ്പെട്ട് താങ്കൾ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കണം. അച്ഛൻ്റെ നേരെയുള്ള താങ്കളുടെ കർത്തവ്യബോധത്തെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്കൾ അവിടെ തന്നെ നിൽക്കുന്നത് തികച്ചും ശരിയുമാണ്. ഇങ്ങോട്ട് വന്നിട്ട് വിശേഷിച്ച് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിവരമറിയിക്കാം. അതുകൊണ്ട് ഞാൻ എഴുതുന്നത് വരെ ദയവ് ചെയ്ത് കൂടുതൽ ഉത്കണ്ഠാകുലനാകാതിരിക്കൂ.